സാറേ എന്തുകൊണ്ട് ആ ചപ്പാരപ്പറമ്പ് വീട്ടിലെ കുപ്പം ഭാസ്കരൻ മരിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ. കുപ്പം ഭാസ്കരൻ മരിച്ചതിന്റെ മരിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മരണ സർട്ടിഫിക്കറ്റ് സാറേ, അത് അന്വേഷിക്കാൻ പറഞ്ഞല്ലോ എന്നോട്. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാർ. നീ കൊടുത്തോ? മരിച്ചിരുന്നു. അവര് നേരത്തെ അപേക്ഷ തന്നതല്ലേ? അതെ, അത് കൊടുത്താ മതി കേട്ടാ. കൊടുക്കാലോ അല്ലേ? അന്വേഷിച്ചിട്ട് കൊടുത്താ മതി. ശരി. സാറേ പറയണം. എവിടെയാ കൊറേ അല്ലേ കണ്ടിട്ട്? ഇല്ല, വാർഡിൽ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കല്ലേ സാറേ. ഞാൻ ഇവിടെ എന്താപ്പോ ഇത് മൊയ്തു എന്റെ വാർഡിലെ നല്ലൊരു കർഷകനാണ്. അപ്പൊ ആൾക്ക് കുറച്ച് വാഴയും കപ്പയും കൃഷിയൊക്കെ ഉണ്ടേ. അപ്പൊ ഇപ്പൊ ലോണെല്ലാം എടുത്തിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ട് വാഴയും കപ്പയും കൃഷി ചെയ്തു. ഇതാ പന്നികൾ കയറി ഇറങ്ങിയിട്ട് നശിപ്പിച്ചു കളഞ്ഞു സാറേ. അത് ശരി. എല്ലായിടത്തും ഉണ്ട് പന്നി ശല്യം സാറേ. 1.5 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താ സാറേ, 3/4 ഭാഗവും പന്നികളായിട്ട് നശിപ്പിച്ച്. അതിപ്പോ ഈ ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടകരമാവുന്ന രീതിയിൽ പന്നി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാം. ഞാൻ പറഞ്ഞല്ലോ കൊല്ലാം. അതാ ഞാൻ പറഞ്ഞു സാറിന് ഒന്ന് കണ്ടാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ സെക്രട്ടറി, ഇവർക്കൊക്കെയാണ് ഇപ്പൊ അതിന്റെ റൈറ്റ്. പക്ഷെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എങ്ങനെ കാര്യം പറയും? ആള് തടന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായില്ലേ. എങ്ങനെ പോയി പന്നി പിടിക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് പറയും? അല്ല സാറേ, ഇപ്പൊ കൊല്ലാന്ന് പറഞ്ഞല്ലോ, എങ്ങനെ കൊല്ലും നമ്മള്? വെടിവെച്ചു കൊല്ലാം. വെടിവെച്ചു കൊല്ലാം അല്ലേ? അതിനിപ്പോ തോക്കില്ലല്ലോ നമ്മളെ കയ്യില്. തോക്കെടുന്നാ കിട്ടുക. അതായത് നിങ്ങൾ പന്നിശല്യത്തിന്റെ ഒരു തീവ്രതയൊക്കെ പറഞ്ഞിട്ട് കലക്ടറേറ്റില് ഒരു അപേക്ഷ വയ്ക്കി. അപ്പോ തോക്ക് അനുവദിക്കും. ആണല്ലേ? ലൈസൻസ് അനുവദിക്കും. ഇത് തോക്ക് അനുവദിച്ച് ലൈസൻസ് കിട്ടിയിട്ടും വെക്കാൻ അറിയണ്ടേ വെടി? അല്ല, അതൊന്നുമില്ല. ഇത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 കാക്കയോ 2 കുരുവിയോ ഒക്കെ ഒന്ന് വെടിവെച്ച് കഴിഞ്ഞാലേക്കും അത് നല്ല എക്സ്പീരിയൻസ് ആവും. കുഴപ്പമില്ല. അപ്പൊ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. തോക്കും ഉണ്ടൊക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും വെടിവെക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം, ക്രിമിനൽസ് ആരും ഇല്ലല്ലോ. ഇല്ല, അവരുടെ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല. ഈ തോക്ക് ഉപയോഗിക്കണം അങ്ങനെയുള്ള ഒരു കൂട്ടില്ല. അങ്ങനെയുള്ള കൊടുക്കില്ല. അതേപോലെ ഈ മാനസിക രോഗമുള്ള ആളുകൾ അവരുത് അങ്ങനെ രോഗം ചെറുതായിട്ടുണ്ട്. അപ്പൊ കിട്ടില്ല. അല്ല സാർ, അങ്ങനെയല്ല. ഇല്ല അപ്പൊ നോക്കുക വേണ്ട. അല്ല അതല്ല, ഈ പന്നിയും. ഒരു സെക്കൻഡ് എന്തോണേ സാറേ, ഈ ചപ്പാരപ്പറമ്പിൽ കുപ്പം ഭാസ്കരൻ അല്ല അവരെ കുടുംബം ഒരു അപേക്ഷ വന്നല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട്. അതെ, അപ്പൊ അത് കൊടുത്തൂടെ? അതെ, ഞാൻ പോയി അന്വേഷിച്ചല്ലോ. അന്വേഷിച്ചില്ലേ? മരിച്ചിരുന്നു. പിന്നെ എന്താണ് പ്രശ്നം? അത് കൊടുക്ക്. സാറേ, നേരത്തെ പറയാൻ വിട്ടുപോയ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാ, അദ്ദേഹം മരിച്ചിട്ടില്ല. അതല്ലേ, വീട്ടിൽ നിന്ന് മരിച്ചിട്ടില്ല. വീട്ടിൽ വെച്ചല്ലേ മരിച്ചത്? അല്ല, വീട്ടിൽ നിന്നല്ല മരിച്ചു. അപ്പൊ ആശുപത്രിയിൽ വെച്ചായിരിക്കും. അപ്പൊ അത് അന്വേഷിച്ചിട്ട് കൊടുക്ക് കേട്ടാ. ശരി. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? മാനസിക പ്രശ്നം. അത് എന്നോടെങ്കിലും കിട്ടില്ല. എന്നോട് പറഞ്ഞ കുടുംബത്തിലെ സാറേ, അങ്ങനത്തെ മാനസിക പ്രശ്നമല്ല. ഈ പന്നി പെരയിൽ വന്നിട്ട് ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയപ്പോ നമുക്കൊരു മാനസിക ഇതുണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ രോഗമില്ലെങ്കിൽ മാനസിക വിഭ്രാന്തി അതുകൊണ്ടുള്ള അങ്ങനെ പറയുക. രോഗമുള്ള ആളുകൾ രോഗം ചികിത്സയൊന്നുമില്ല. പിന്നെ പന്നിയെ കൊല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പന്നിക്ക് വിഷം വെച്ച് കൊല്ലാൻ പാടില്ല. പിന്നെ കറണ്ട് അടുപ്പിച്ച് കൊല്ലരുത്. അതുപോലെ തന്നെ ഈ മറ്റേ സ്ഫോടക വസ്തുക്കൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചും കൊല്ലാൻ പാടില്ല. വെടിവെച്ച് തന്നെ കൊല്ലണം. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ വെടിവെച്ചിട്ട് നിങ്ങൾ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ആ വിവരം ഇവിടെ പഞ്ചായത്തിൽ വന്ന് പറയണം. മരണവിവരം ഇവിടെ വന്ന് പറയണം. നമുക്കിവിടെ മരണ രജിസ്റ്റർ ഉണ്ട്. ശവം കൊണ്ട് കൊണ്ടുവരണം. ശവം കൊണ്ടുവരുന്നും വേണ്ട, അത് ഇതിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പന്നിയുടെ ശവം നമ്മൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് വേണം അതിനെ സംസ്കരിക്കാൻ. ഒപ്പം നിങ്ങൾ ഈ മരണവിവരം ഫോറസ്റ്റിലും അറിയിക്കണം. എന്താ ഉണ്ണിയെ? ഈ ചപ്പാരപ്പറമ്പിൽ കുപ്പം ഭാസ്കരൻ മരിച്ചല്ലോ. ദൈവമേ, മരിച്ചു. അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് കുടുംബാപേക്ഷ തന്നല്ലോ. അത് കൊടുത്തൂടെ? അതെ, അല്ല അത് ഞാൻ അന്വേഷിക്കാൻ പോയല്ലോ. അപ്പൊ വീട്ടിൽ നിന്നല്ലല്ലോ മരിച്ചത്. വീട്ടിൽ നിന്നല്ല മരിച്ചത്. അതെ, ആശുപത്രിയിൽ പോയി അന്വേഷിച്ചു അല്ലേ? ആശുപത്രിയിൽ നിന്നല്ല മരിച്ചത്. ആശുപത്രി നല്ലേ? വീട്ടിൽ നിന്നല്ല, ആശുപത്രിയിൽ നിന്നല്ല മരിച്ചത്. പിന്നെ എവിടുന്നാ മരിച്ചത്? അല്ല, വീട്ടിൽ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി കാണുമല്ലോ. അതെ. അപ്പൊ ഒരു പക്ഷേ വണ്ടിയിൽ വെച്ച് മരിച്ചു കാണും. അതെങ്ങനെ സാറിന് മനസ്സിലായത്? എടാ, വീട്ടിൽ നിന്നല്ല മരിച്ചത്, ആശുപത്രിയിൽ നിന്നും അല്ല. പിന്നെ എവിടുന്നാ?
പിന്നെ ഇവിടുന്ന് വണ്ടിന്ന് വണ്ടിന്നല്ലേ സ്വാഭാവികമായിട്ട് മരിച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് വണ്ടിന്നായിരിക്കുമല്ലോ മരിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണേലും സംശയം? ഈ ഒരു കാര്യം ചെയ്യ്, ആ ആ വണ്ടിയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുക. ആ എന്നിട്ട് അയാളുടെ ലൈസൻസ്, ഓ ആ വണ്ടിയുടെ ബുക്കും പേപ്പറും, ബുക്കും പേപ്പറും, അയാളുടെ ഒരു സാക്ഷ്യപത്രം, ആ അത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. സാക്ഷ്യപത്രം, അത് ആ സാറേ അത് ചെയ്യുവോ? സാർ എൻ്റെ ഉത്തരവാദിത്തം സാറേ. അതോ ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? വേണ്ട സാറേ. ഇനി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ എഴുതും. ഇല്ല സാറേ. വേണോ? അത് ഈ വണ്ടിക്കാരൻ നമ്പർ സംഘടിപ്പിച്ചു തരാൻ പറ്റും? അത് ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിക്കണം എന്ന് എനിക്കറിയോ. സാറേ ഈ ഇറങ്ങി പോടോ. ചപ്പ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സാറേ പിന്നെ വനം വകുപ്പിലൊക്കെ ആ അറിയിക്കണം. പന്നിയുടെ അപ്പോ ഈ തോക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ വെടിവെക്കാൻ അറിയുന്ന ഏതെങ്കിലും ആളുകൾ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാലും മതി. അത് മതിയാവോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടാ? അതിനെപ്പറ്റി നമ്മള് തോക്കിന് കളക്ടറേറ്റിൽ പോയി അപേക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ ആളുണ്ട്. അതാരാ? സാറേ നമ്മുടെ റിട്ടയർഡ് ASI സുഗതൻ സാറ്. സുഗതൻ സാറ്. അതെ സുഗതൻ സാറ് തോക്കുകൊണ്ട് ലൈസൻസ് ഉള്ള ആളാ. മതിയല്ലോ. പോലീസിൽ പണ്ട് മികച്ച മറ്റേ ഷൂട്ടിങ്ങിന് അതിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാ. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാം അത് കായുമ്പോ കൊടുക്കാം. ഇതിനെ പ്രശ്നമില്ല, അത് മതി. ASI സുഗതൻ. എതിർ ടീം ശക്തരാണെങ്കിൽ നിങ്ങ കളിക്ക് എന്നെ ഇറക്ക്. എടാ കളിക്കളത്തിലെ പുലിക്കൂട്ടിയാ ഞാൻ. ഉണ്ണിപ്പുലി എന്നാ പേരെന്നെ. മഴയുണ്ടായ കളി ഉണ്ടാവൂലേ? ഞാൻ പിന്നെ വിളിക്കാം. ആ മഴ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറിയെന്നേ. മഴ എപ്പോഴാ പെയ്യ എപ്പോഴാ നിക്കാന്നും പറയാൻ പറ്റും. ഇപ്പൊ മഴക്ക് പ്രത്യേക മാസക്കണക്കൊന്നുമില്ല. ഏത് മാസവും മഴ പെയ്യ, അങ്ങനെ അതിന്റെ കണക്ക്. അതെ, ആ പണ്ടൊക്കെ ആ ഇടവപ്പാതി മുതൽ തുലാം 10 വരെ മഴ. ആ ഇപ്പൊ കുംഭം മീന്യ മേടം ഒക്കെ മഴ പെയ്യും. കലണ്ടർ തന്നെ മാറ്റേണ്ടി വരും. ഈ മറ്റേ ഇതിന്റെ മഴയുടെ കണക്കുണ്ടല്ലോ, കാലാവസ്ഥന്റെ. ഇനിയൊക്കെ മാറ്റേണ്ടി വരും. അതെ, എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഒരു കാര്യമില്ലെന്നേ. ആരും പച്ചക്കറി മേടിക്കാൻ വരുന്നില്ല. എത്രയാന്നറിയോ ചീഞ്ഞിട്ട് ഇങ്ങനെ പയ്യന്റെ തൊട്ടിയിലിടണം. കുറെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങക്ക് ലാഭമില്ല കാര്യം. നല്ല കണ്ണായ സ്ഥലത്തല്ലേ ഈ പച്ചക്കറിയെല്ലാം നടന്നത്? ആ റോഡ് സൈഡിലതാ ഈ സ്ഥലമൊക്കെ നമ്മുടെ അല്ലേ. ഈ പച്ചക്കറിയെല്ലാം അങ്ങോട്ട് നെട്ടി നിരത്തിയിട്ടേ ആടെ ഒരു ടർഫ് ഗ്രൗണ്ട് ആക്കിയാലോ? കൊല്ലത്തിൽ പൈസ കിട്ടും, നല്ല പൈസ. വളവിടുണ്ടോ ഒന്നും നിങ്ങൾ നോക്കേവിട. നിങ്ങൾ ആടെ ഇരുന്നാ മതി, കസേരമ പൈസ കൊടുത്തൊരാള്. അതൊന്നും ശരിയാവില്ല ഉണ്ണിയെ. നമ്മള് പാരമ്പര്യമായിട്ട് കർഷകരാണ്. മണ്ണിലെ പണിയെടുത്ത് ജീവിച്ചു. ഇതിന്റെ ഒരു മഹത്വം വേറെയാണ്, അത് മറ്റുള്ളവർക്ക് അറിയില്ല. അവിടെ വെക്ക് എന്നിട്ട് മാറിക്കേട്. അല്ല, ഇതൊരു നാടനാകുന്നോണ്ട് തിന്നോക്കെ അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അറിയാൻ വേണ്ടി. അങ്ങനെ തിന്നോക്കണ്ട, കാശ് കൊടുത്ത് കുടുംബത്ത് വാങ്ങി കൊണ്ടുപോയിട്ട് നല്ല കറി വെച്ച് കഴിക്കാം. അന്ന് കൊല നടന്നു പോകുന്നത് നിങ്ങളെ പറമ്പെന്നല്ലേ കൊല പോകുന്നത്? അത് ഇവിടെ രാഘവേട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത? എടോ അത് എന്റെ പറമ്പെന്നല്ല. രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ വീട്ടിലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കും. മെലിഞ്ഞ കായുള്ള കൊല നോക്കിയിട്ട് മൂപ്പര് മേടിക്കൂ. എന്തിനറിയോ? നാടൻ കൊലയാന്ന് പറഞ്ഞ് വിൽക്കാൻ. എന്തിനടാ അയാള് പൊക്കോട്ടെ. എന്റെ വകയിലൊരു വെല്ലിച്ചനാണ്, വലിയ ഗുണമൊന്നുമില്ല. എന്താ എന്റെ രാഘവട്ടെ, ഈ സൂതേട്ടന്റെ അടുത്ത് നല്ല നാടൻ കൊല ഉണ്ടാകുമ്പോ നിങ്ങൾ ഇങ്ങ് പുറത്തു പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഫുട്ബോൾ കളിക്കാരനാണ്. നീ എന്നാ എന്നോട് ചോദിച്ചേ? അതെ, നല്ല നാടൻ കൊല സുഖതേട്ടന്റെ വിൽപ്പനക്ക് ഉണ്ടാകുമ്പോ എന്തിനാ പുറത്തു പോയിട്ട് മേടിക്കേണ്ട ആവശ്യം? എടാ ഞാൻ കച്ചവടത്തിലല്ലേ ഇരിക്കുന്നേ. ഈ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ ഈ കായ് വിറ്റാലേ എനിക്ക് കിലോക്ക് 20 റുപ്യ ലാഭം കിട്ടും. ഈ സുഗതന്റെ കായ് വിറ്റാലോ എനിക്ക് 5 റുപ്യം കൂടെ കിട്ടൂലാന്ന്. അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം. നാടൻ കായോ ഫോറിൻ കായോ ഒന്നും ആക്കില്ല. അവര് നേന്ത്രപ്പഴം കണ്ട വില ചോദിച്ചു, കുറഞ്ഞ വില ചെയ്യണേ. നാടൻ കായാന്ന് പറഞ്ഞ് വിൽക്കേണ്ട ആവശ്യം എന്താ? ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രമാണ്. അത് പിന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചെയ്യുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു നാടൻ കായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന കായ ഈ വിലക്ക് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബം പോലെ തന്നെ. അവനവന്റെ കാര്യം നോക്കിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ. അതെ, എല്ലാരും ഇപ്പൊ നാട് നന്നാക്കാനല്ല നിൽക്കുന്നത്, നീ ഇപ്പൊ നാട് നന്നാക്കാനാക്കും. പിന്നെ വെറുതെ വർത്താനം പറയലപ്പാ. വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട്
3 പഴം നീ ഉരിഞ്ഞ പൈസ കൊണ്ടാ 3 നീ ഉരിഞ്ഞില്ല ഇപ്പൊ ഇതെങ്ങനെ ഇവിടെ വന്ന് ആ അതെല്ലാം വരും നീ പൈസ കൊണ്ടാ തിരക്കുള്ളല്ല ഇത് നമ്മ വീട്ടിൽ ഈ തൊലി പൊളിച്ചാൻ പൈസ കൊണ്ടാ ഞാൻ തരാം വെല്ലിച്ചലല്ലേ പോ എന്ത് ഞാൻ തരും, ഞാൻ തരും. എന്ത് വലിച്ചാൻ അങ്ങാടിയില് തിരക്കുള്ളല്ല സാധനം അറിയാം അതൊന്നും തിന്നണ്ട വേഷാത് വേണം ഇവിടുന്ന് ഒരു കൊല കൊണ്ടേക്കോ നല്ല പച്ചക്കറി നമ്മൾ ഈ വിഷമൊന്നും ഇടണില്ല ചാണകപ്പൊടി ഇറണ് ഇനി എത്ര കിലോനി ഇതോ ഇത് 60 ഉറുപ്യ 30 പുറത്ത് എടാ അത് ഈ വരവ് അല്ലേ വിഷട്ടിട്ടുള്ള വരവ് പയറാണത് ഇത് നാടനാണ് ഇവിടെ ഉണ്ടാക്കണത് അത് ശരി ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ആടുന്ന് 1 കിലോ വൈനിങ് മേടിച്ചു അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവര് പറയില്ലേ നാടനാന്ന് അപ്പൊ എനക്കത് നാടനല്ലേ ഇത് ഈട നിങ്ങൾക്ക് നാടൻ ആട നാടൻ ഈട നാടൻ എല്ലാം നാടനാണ് അതെ ഈ വിടാൻ നോക്ക് അതെയാ ആ. ഇനി എത്ര ഇപ്പൊ കിലോ വിഷം തിന്ന് ചാവാൻ വേണ്ടിട്ട് ഓരോ ജമ്മങ്ങൾ കളിക്കാൻ ഞാൻ വരണ ചിരിച്ചു നടന്നോ 40 വയസ്സിൽ അറ്റാക്ക് വന്ന് ചാവും പാന്നി എന്തിനാ ഉണ്ണി എന്ന് വെച്ചേ സ്വന്തം അച്ഛൻ സ്വന്തം മകനെ ചതിച്ച കഥ ലോകം മൊത്തം പറയട്ടെ ഞാൻ എന്തിനാണ് എനിക്ക് ഈ സായിപ്പിനെ പോലെ ആവണം നിനക്കത് ഭ്രാന്തട്ടാ ഭ്രാന്ത് അച്ഛൻ ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹമാണ് എനിക്ക് ഇത് ഞാൻ എന്ത് ദ്രോഹം എനിക്ക് ഇത് ഞാൻ എന്ത് ദ്രോഹമാണ് എനിക്ക് ഇത് ഞാൻ എന്താക്കിന്ന നീ പറയുന്നത് എന്തിനാ അച്ഛൻ എന്റെ കർത്തമ്മയെ കല്യാണം കഴിച്ച് കർത്തമ്മേ എന്റെ അമ്മ കറുത്തിട്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തു പോയത് ഏതെങ്കിലും ഒരു മദാമ്മയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നില്ല അച്ഛാ എടാ നിന്റെ അമ്മയുണ്ടല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു അറിയാ അറിയാം എന്നാലും കർത്തമ്മയല്ലേ കർത്തമ്മേ അതുകൊണ്ട് ഞാൻ കറുത്തത് വെളുത്ത നിറമുള്ള എന്റെ പൊന്നച്ഛ ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മോനല്ലേ ഞാൻ നായിന്റെ മോനെ നിന്റെ പള്ളി അടിച്ചു തെറിപ്പിക്കും കളം അപ്പം അച്ഛന്റെ മോനെ ഞാൻ ഉറപ്പിച്ച് ഒരു വെളുപ്പം വരും സായിപ്പും ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിക്കുന്നു അച്ഛാ എന്തത് കുറച്ച് പൈസ തരും എനിക്ക് എന്തിനു പൈസ എന്തിനു പൈസ മനസ്സിൽ കുറ്റബോധം തൂത്തി തുടങ്ങിയാൽ ചെയ്യുന്നല്ലേ യാന്ത്രിയായിരിക്കും എനിക്ക് കുറച്ച് പൈസ വേണം എന്തിനു അതെ ആവശ്യമുണ്ട് അച്ഛാ ഇത് എന്റെ കൈവന്ന് താങ്ങിപ്പോവും ഞാനാ പറഞ്ഞു ഇത് ഒന്നേ ഇല്ലു ഒന്നേയില്ലു ആ ഒന്നിന് കുറച്ച് പൈസ ഒന്നുകൂടെ ആണോ മോനെ ഓഹോ ഒരുപാട് സന്തോഷം മോനെ മലപ്പുറത്താണല്ലേ മോനെ മോന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താ ബിനീഷ് സനീഷ് മനീഷ് മോൻ രതീഷ് അല്ലേ മോനെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം മോന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ അതിൽ ഒരു പാഴ്സലിൽ നിങ്ങൾ ഫ്രണ്ട്സിന് 4 പേർക്കും 4 ബോട്ടിൽ അയച്ചു തരാം അവർക്കെല്ലാം കൊടുക്കൂ ഞങ്ങളുടെ ലക്ഷ്യം പുതിയ തലമുറ യൂത്ത് എല്ലാവരും വെളുത്ത് നല്ല സായിപ്പ് കുട്ടികളെ പോലെ ആവണം താങ്ക്സ് കേട്ടോ വിളിച്ചതിന് ശരി ശരി മലപ്പുറത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജിലൊരു കുട്ടിയാ ഇത് ഒരു ഒറ്റ ആഴ്ച തേച്ചതേ ഉള്ളു വെളുത്തുന്ന് അല്ല സാറേ പറഞ്ഞു നന്നായി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ 3 ജില്ലയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് പോയിട്ട് ബാക്കിയുള്ള ജില്ലയുടെ ചുമതലയാണ് ഞാൻ നോക്കുന്നത് ഞാൻ നോക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 90% നല്ല കച്ചവടമുണ്ട് ബിസിനസ്സുണ്ട് പക്ഷെ നിങ്ങളെയൊക്കെ അവിടെയുള്ള ടാർഗറ്റിൽ നിങ്ങൾ 60% ആയിട്ടുള്ളൂ എന്റെ ജില്ല അത്യാവശ്യം വെളുത്തിക്കണേ വെളുപ്പിക്കണം കാസർഗോഡ് ഈ വളരെ കറുപ്പാ കാസർഗോഡ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്താൽ പോലെ കാര്യമായിട്ട് നോക്കണം കാരണം അതെ എനിക്ക് വെളുപ്പിക്കൽ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കറുപ്പിക്കൽ പരിപാടി തുടങ്ങാൻ സാറ് പറഞ്ഞിരുന്നത് ഡൈ ഇറങ്ങുന്നുണ്ട് അതെ നമ്മളെ ഇത് ക്രോ ബ്ലാക്ക് കാക്ക കറുപ്പ അങ്ങനത്തെ സാധനമാണ് സാറേ എനിക്കൊരു സജഷൻ പറയാനുണ്ട്
ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് വിപണിയിൽ ഇറങ്ങിയാലും അതിന് പരസ്യം അത്യാവശ്യം സാറേ. നമുക്ക് പരസ്യം നമ്മൾ ഈ മാഗസീനിലൊന്നും എഴുതിയിട്ട് ഒരു കാര്യമില്ല. മൊയ്തു, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആൾക്കാർ തേച്ചവർ അടുത്ത ആൾക്കാരെ തേപ്പിക്കുക, അതാണ് അതിന്റെ ഒരു രീതി. അതല്ല സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ഈ സാധനം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ആൾക്കാരോട് പറയുമ്പോൾ ഈ സാധനം എന്ന് പറയരുത്, വെള്ളാരം യൂത്ത് ക്രീം പറയണം. ഈ വെള്ളാരം യൂത്ത് ക്രീം ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഇത് കയ്യിൽ വെച്ചിട്ട് മക്കളെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വിളക്കും വെള്ളാരം യൂത്ത് ക്രീം എന്ന് മോഹൻലാൽ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മമ്മൂക്ക വന്നിട്ട് ഒരാഴ്ച കൊണ്ട് വെറും ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ വിളക്കാൻ പോകുന്നത് വെള്ളാരം യൂത്ത് ക്രീം. ഇങ്ങനെ ഒരു സാധനം വന്നു പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് ഇതൊക്കെ മാറ്റാം, ഓഫീസൊക്കെ മാറ്റേണ്ടി വരും ചിലപ്പോ. നമ്മൾ ഈ പരസ്യമില്ലാത്ത കൊണ്ടാണ് ബിസിനസ് കുറവെന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യാം. അപ്പൊ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാല് വിളിച്ചിട്ട് വന്ന് ചെയ്തോളാൻ പറയും. അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കണോ? പൈസ കൊടുക്കണ്ടേ? ഞാൻ ഈ സത്യത്തില് പരസ്യത്തിന് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാൽ വിളിച്ചിട്ട് അവരോട് ഒരു ഓഫർ കൊടുക്കുക. അവരോട് പറയേ ആരായാലും നമ്മൾ ഒരു വർഷത്തേക്ക് തേക്കാനുള്ള വെള്ളാരം യൂത്ത് ക്രീം ഫ്രീ ആയിട്ട് അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്ന് പറയും. എന്റെ സാർ, ഇവർക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇനി എങ്ങോട്ട് വെളുക്കാനത് തേച്ചിട്ട്? അല്ലാതെ വെളുക്കൽ മാത്രമല്ലല്ലോ, വെള്ളാരം യൂത്ത് ക്രീം അല്ലേ, ചെറുപ്പമാവുമല്ലോ, അത് കൂടെ പറയും അവരോട്. നിങ്ങൾ ഇതാണ് ബിസിനസ് അറിയില്ല നിങ്ങൾ. എത്ര ബഡ്ജറ്റ് കാണണം അതൊന്ന് പറയും സാർ. ഞാൻ നമ്മുടെ ഈ പരസ്യത്തിനായിട്ട് എനിക്കിപ്പോ നോക്കണമെങ്കിൽ ഒരു അങ്ങനെ വരണമെങ്കിൽ ഞാനൊരു 1,00,000 രൂപ നമുക്ക് ബഡ്ജറ്റ് വെക്കാം. 1,00,000. അല്ല, അത് 1-2 പ്രശ്നങ്ങൾ പെട്ടു. അതാ ഇന്നെന്തായാലും തിരുവനന്തപുരം പോണില്ല. ഞാനൊരു ബുധനോ വ്യാഴായിട്ടായിരിക്കും തിരുവനന്തപുരം പോവാ. അത് മന്ത്രിയുടെ ഒഴിവനുസരിച്ചിട്ടേ പോണെന്ന് ഞാൻ വിളിച്ചു പറയാം. ഞാൻ വിളിക്കാം. ശരി. എന്താ മന്മതേട്ടത്? മെമ്പറെ, ഈ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഭർത്താവ് പറയണ എല്ലാം അങ്ങോട്ട് അതേപോലെ അനുസരിക്കണം, അടിമയെ പോലെ കഴിയണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. പരസ്പരം ഒരു ധാരണയിൽ പോകണ്ടല്ലേ കുടുംബജീവിതം. എന്താടോ പ്യാരിയാത, അത് വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ താൻ? തന്റെ കൊച്ചിന്റെ കാര്യമില്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ സൂതേട്ടാ, എന്റെയും കൂടിയല്ലേ കൊച്ചി. അപ്പൊ അതിനൊരു പേരിടാൻ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ കൊച്ചിനെ പേരിടാൻ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്. ഇതിപ്പോ വക്കീല് പറഞ്ഞ പോലെ കോടതി തീരുമാനിക്കണോ ഇനി നിങ്ങളുടെ കൊച്ചിന്റെ പേര്? കോടതിയിലും പോകണ്ട, എങ്ങും പോകണ്ട. എന്റെ മോൾക്ക് ജമന്തി എന്ന് പേരിടണം. ഇനി വേറെ പേര് അവൾക്ക് ഇല്ലേലും വേണ്ടിയില്ല, ഈ പറഞ്ഞ പേരൊന്നും ഇടാൻ ഞാൻ അനുവദിക്കൂല. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ മോറിയാനടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കാൻ ഇവിടെ ആരും സ്വപ്നം കാണാൻ കൊന്നിട്ടായാലും ശരി, ഞാൻ ആ പേര് നിന്റെ പേരിടാൻ ഒന്ന് പോയി ഉണ്ടായിരിക്കുമോ? അവളെ ചീത്താക്കണ ഇയാളെ വളത്തിന്റെ ഗുണമൊന്നും എന്നോട് എന്റെ കൊച്ചിന്റെ പേര് കൊണ്ടല്ല നിങ്ങൾ. ഉണ്ടായിരിക്കണ്ടോ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചോര പറഞ്ഞൊരു കൊച്ചല്ലേ അത്? ആ കൊച്ചിന് 4 വയസ്സായി. ഇന്ന് വരെ നിങ്ങളുടെ വാശിക്ക് നിന്നിട്ട് ആ കൊച്ചിനൊരു പേരിട്ടിട്ടില്ല. ആ കൊച്ചിനൊരു പേരിട്ടാലല്ലേ അതിനെ സ്കൂളിൽ ചേർക്കലും അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അതിനെ കുറിച്ചൊന്നും ചിന്തല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ കുറിച്ച് മാത്രമാണോ ചിന്ത? ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ തന്നെ തീരുമാനിച്ചൊരു പേര് നിർദ്ദേശിക്കണം, എന്നിട്ട് ഇന്ന് ആ പേരിടണ കൊച്ചിനെ. പറ്റുമോ? സുഖദേട്ടൻ ആ പറഞ്ഞ ന്യായം. എന്റെ മോൾക്ക് ജമന്തി സെറ്റ് വിളിച്ചിറങ്ങിട്ട് പോടാ ഈ പന്നിയ. എന്ത് തോന്നിവാസം പറയാൻ മെമ്പർ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ എവിടെ പോവാൻ? നിർത്തേ അവിടെ ഇരുന്നേ ഇരിക്കേ മന്മേട്ടിരുന്നേ. ആയിരക്കണക്കിന് പേര് കയ്യിലുണ്ടായിട്ടും ആ പേരിട്ട് വിളിക്കാൻ ഒരു കുഞ്ഞിക്കാല് കാണാത്ത എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഈ നാട്ടിലെന്നറിയോ? അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനും. 10 കൊല്ലായി.
ശിശുക്ഷേമ സമിതിയിൽ ചെന്നിട്ട് ഒരു കൊച്ചിനെ ദത്തെടുക്കാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാ മൊയ്തുവിന്റെ വിളി വരട്ടെ. ഒരു കൊച്ചിന്റെ കാര്യമില്ലെന്ന് കരുതിയിട്ടാ ഞാനിതിൽ ഇടപെട്ടത്. ഈ കുട്ടികളെന്ന് പറയണത് ദൈവത്തിന്റെ വരദാന. ഏരിലൊന്നല്ല കാര്യം. അങ്ങനെ ഒരു കൊച്ചിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്ന് ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കണം. അതാ വേണ്ടത്. എനിക്കത്ര പറയാനുള്ളൂ. നീ നിങ്ങളുടെ ഇഷ്ടം. അതെ അതെ അതെ, ഞാൻ സ്റ്റേഷനിലാണ്. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അതെ വൈഫിനെ വിളിച്ചോളൂ, കാര്യങ്ങളൊക്കെ വൈഫ് ഡീൽ ചെയ്തു. ആ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വൈഫിനെ വിളിച്ചോളൂ. വീട് പണിയുടെ എല്ലാ കാര്യങ്ങളും വൈഫ് ഏറ്റെടുത്താണ്. ആ വെക്കോ, എനിക്കൊരു കോൾ ഉണ്ട്. ആ ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ആ സാർ സാർ, ഓക്കെ സാർ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും പോലീസുകാർക്കാണ് കിടക്കപ്പുറതില്ലാത്തത്. കഷ്ടമാണ്. ആ സാർ. എടോ, ഇപ്പം മേളിത് വിളി വന്നതാ. ഓ. അവിടെ DDT പാർട്ടിയുടെ എന്തോ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഫോഴ്സിനെ വിടണം. ഓ. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഓ സാർ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. തായിരിക്കും. ADGPയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. എന്താ സാറേ? ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ. അല്ല, അത് വേണമല്ലോ, അത് ഉള്ളതാണല്ലോ. അല്ല, അതുണ്ട്. അത് മദ്യപിച്ച് വരുന്ന ആളിനെതിരെ മാത്രമല്ല, അവരുടെ മേലുദ്യോഗസ്ഥൻ ആരാണോ അവർക്കെതിരെ നടപടി എടുക്കാനാ. അതിന് നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര് പലതും കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നം ഉണ്ടാക്കി, മദ്യപിച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് ADGPയുടെ ശ്രദ്ധയപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വന്നേക്കുന്നത്. അപ്പൊ ഈ കീഴുദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് മേലുദ്യോഗസ്ഥന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സാറേ, ഇതിപ്പോ ഇവിടെ വരുന്ന ക്രിമിനൽസിനെയും ഉള്ള പിടിച്ചുപറിക്കാരൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കൂടി നോക്കണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് സാറേ. ഒരു കണക്കിനാണ് സാറേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത് പോകണം. ഈ പറഞ്ഞ പോലെ 100 പ്രാരാബ്ധമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശീതള, സാനി പറയണൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? നമുക്ക് മേളിൽ വേറെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചിട്ട് അയക്കണതാണ് ഇതെല്ലാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രശ്നക്കാരുണ്ടാ? ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായി തനിക്കെതിരെ വല്ല നടപടി ഉണ്ടായിട്ട് എന്നോട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ആളുകൾ വരട്ടെ, ആരും വന്നിട്ടില്ല. ഹായ്, നമസ്കാരം. വിടമാട്ടെ സത്യജീവൻ. ആ ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരും മര്യാദക്കാരായിട്ടുള്ള ആൾക്കാരില്ല. എല്ലാം കഞ്ഞികളാണ്, ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിൽ പതുങ്ങി നിൽക്കും ഇവിടെയുള്ള ഈ പോലീസുകാർ, കഞ്ഞി പോലീസുകാർ പതുങ്ങി നിന്ന് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ അടിച്ചു മാറ്റലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, സത്യത്തിൽ ഇവൻ പോലീസ് ആവേണ്ട ആളല്ല, ഇവൻ തെങ്ങിന്റെ മുകളിൽ കയറേണ്ട ആളാണ്. ഇവൻ തെങ്ങ് കയറ്റക്കാരനാണ് ശരിക്കും. ആ ആളെ പിടിച്ച് പോലീസുകാരനാക്കിയ ഇങ്ങനെ ഇരിക്കും. ആള് ഭയങ്കര സാറേ നമസ്കാരം. ഭയങ്കര കിഴങ്ങനാണ്, വൃത്തികെട്ടവനാണ്.
ഇവനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇടി കൊടുത്തോ. എന്നെ അവ ഇടിച്ചിട്ടുണ്ട്. സുഗതം പോലീസാണ്. സുഗതം പോലീസ് വന്നിട്ടുണ്ട്. അത് വേറൊരു പെരട്ട പോലീസാണ്. പെരട്ട പോലീസാണ്. ഞാൻ തിരക്കുടിക്കല അവിടെ കഴിച്ചിട്ട് സാറേ ഉണ്ടായിക്കടാ. അങ്ങൊന്നും കഴിച്ചില്ല സാറേ. വെള്ളടിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാന്നാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉള്ളവന്റെ കളി പിടിച്ചകത്തിട്ടാലോ? വേണ്ട, വെറുതെ ചൊറിയാൻ കൊടുത്ത് ദേഹത്ത് തേക്കണ എന്തിനാണ്? പുള്ളിക്ക് എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെ പരിപാടി. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അകത്ത് പിടിച്ചിടാടോ. അകത്ത് പിടിച്ചിട്ട് അവിടെ ഇട്ട് വാളും വെക്കും മൂത്രം ഒഴിച്ചിടും. അത് പിന്നെ ഞങ്ങൾ തന്നെ കഴുകേണ്ടി വരും. കൊടുത്താൽ അവിടെ ബോധം കെട്ട് വീണിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പോകും. എന്തിനാ പണി കളയണ? മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പുതുസ്ഥലല്ല ഞാൻ കളിക്കുന്ന എടാ എസ്തൈനോട് പറയാന്ന്. ക്രിക്കറ്റ് കളിച്ച സ്ഥലമാ സാർ. അത് ഞാൻ പറയാൻ പറഞ്ഞില്ല, മിണ്ടരുത്. കഴിച്ചില്ല സാറേ, ഒന്നും കഴിച്ചില്ല ഞാൻ. സത്യം സാറേ, സോറി, പുറത്തിറക്ക. നോ പ്രോബ്ലം. സുഹൃത്തുക്കളെ, ഇപ്പൊ എന്നെ പിടിച്ച് തള്ളിയ ആളാണ് സുഗതം പോലീസ്. ആ പോലീസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിച്ചി ചീന്തി തുറന്ന് കാണിച്ചു തരാം. വിടില്ല ഞാൻ. വോയിസ് ഓഫ് സത്യശീലൻ. സാറേ, ഓക്കെ സാർ, പൊതുസ്ഥലത്ത് മദ്യപിച്ച് ഒരു 2 ആളെ കൊണ്ടുവന്നുണ്ട്. അവരങ്ങോട്ട് കടത്തിയെടുത്ത് ഞാൻ പണ്ട് വരാം. അതാ നിങ്ങളായിട്ട് സാറിന് കാവലിയൊക്കെയാണ്. പോയ അവനവന്റെ ജോലി ചെയ്യാതെ അവിടെ ഇരുന്നോളൂ. അത് മനസ്സിലായി. വനിതാ പോലീസല്ലേ? നീ നിന്റെ ഡ്യൂട്ടി ആയി. ഉണ്ടൊക്കെ താത്തറ. എന്താ കാണിക്കണം? അവിടെ ഉറച്ചിരിക്കേ. സാറിനോട് പറഞ്ഞോ? ആ, എന്താണ് ചെവിയില് പീടിയ? പൊട്ടിട്ടു സാർ. അതിരുന്നോട്ടെ. എവിടെ നമുക്ക് ഇവരെ? നമ്മുടെ LP സ്കൂളിന്റെ ഇറകുവശത്തെ മതിലില്ലേ സാർ, ആ മതിലിന്റെ ബാക്കിൽ ഇരുന്നിട്ട് 2 പേര് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇങ്ങനെ കഴിക്കാം. അപ്പഴാ പിടിച്ചത്. എന്താ ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ട് മദ്യം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ല. ഞങ്ങൾ കഴിച്ചില്ല സാർ. പൊളിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് അപ്പോഴൊക്കെ സാറന്മാർ വന്നു, ഞങ്ങൾ അത് കളഞ്ഞു. കഴിച്ചിട്ടില്ല? പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്തിനാ? ആകാശത്തേക്ക് ഒഴിക്കാനോ? കുടിക്കാൻ തന്നെ. ഇപ്പൊ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? കഴിച്ചില്ലേ? ആ ബ്രീത്ത് അനലൈസർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തേ. ഒറ്റയായിട്ട് കുടിച്ചിട്ട് സാർ. കുഴപ്പമില്ല, കുടിക്കണ്ട. നോക്കട്ടെ കേട്ടോ. നീ എന്താ പാല് കുടിക്കാൻ വന്നതാ? ഊതറ. എന്താ കളിക്കണോ? ഊതറയില്ലേ? മതി 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 മതി. ഊതി പറപ്പിക്കേണ്ടത് എപ്പോഴും കംപ്ലൈന്റ് ആണല്ലോ. ഇത് എപ്പോഴത് ശരിയാവും? അത് അയാളോ ഊതിപ്പിച്ചേ. അത് കംപ്ലൈന്റ് ആണ്. അത് കംപ്ലൈന്റ് വരാൻ ഒന്നുകൂടി ഒരു കഷ്ടം ആലോചിച്ചു. ഇന്നലെ കൂടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അത് ശരിയാവാത്തത്? അല്ലത് സാറ് കഴിച്ചിട്ടുണ്ട്. അതെ, അത് കംപ്ലൈന്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ പോയിക്കോ. ബീവറേജിന് 600 രൂപ മേടിച്ച സാധനം രാഘവട്ടന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം. ആയിക്കോട്ടെ. എന്താണ് ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് 2 ബീഫ് റോസ്റ്റും കൂടി മേടിച്ചേ. ആയിക്കോട്ടെ. നിങ്ങളൊക്കെ മാന്യത കാണിക്കാനുള്ള പ്രശ്നം. അല്ല സാറേ, അവര് ഊതിയത് ഇപ്പോഴാവും. അതെന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിന്. അത് ഉണ്ടോന്നേ? ഒന്നും കൂടെ ഊതിയേ. ഒന്ന് ഊതിയേ. ഒന്നും കൂടെ ഊതിയേ. ഊതറോ? കഴിച്ചിട്ടുണ്ട്.